ഹേ കുട്ടീസ്, അപ്പോൾ ക്യൂട്ടി ക്രാഫ്റ്റിലെ നമ്മുടെ ഫസ്റ്റ് ഗീവ് എവേയുടെ റിസൾട്ടാണ് പറയാൻ പോകുന്നത് കേട്ടോ. ഇതെന്താ ഇരുട്ടത്തെന്നില്ലേ, ഒരു വൈബൊക്കെ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചത്. പക്ഷേ ക്യാമറയിൽ ഞാൻ വിചാരിച്ച പോലെ വൈബും കാര്യങ്ങളൊന്നും ആയിട്ടില്ല. പക്ഷേ എന്താണ്, ഞാൻ എഡിറ്റ് ചെയ്തപ്പോൾ അത്യാവശ്യം ബ്രൈറ്റ്നസ് കൂട്ടി അങ്ങ് ഇട്ടിട്ടുണ്ട്. എന്നാലും സംഭവം എല്ലാം നന്നായിട്ട് നടന്നിട്ടുണ്ട്, നല്ല ഭംഗിയായിട്ട് നടന്നിട്ടുണ്ട്. അപ്പോൾ ആദ്യം തന്നെ വിജയ്ക്ക് കൺഗ്രാറ്റ്സ്. അപ്പോൾ നമ്മളെങ്ങനെയാണ് വിജയെ സെലക്ട് ചെയ്തെടുത്തതെന്നുള്ള പ്രോസസ്സും മറ്റുമൊക്കെയാണ് ഇതിനകത്ത് പറയുന്നത്. ഒരു ഷോർട്ട് വീഡിയോ ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരുന്നാലും സെറ്റ് ആവില്ല. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ആദ്യം ലോങ് തന്നെ ഇട്ടത്. അത് സെലക്ഷൻ പ്രോസസ്സും കാര്യങ്ങളൊക്കെ എങ്ങനെയാണെന്ന് നമ്മൾ പറഞ്ഞിരുന്ന കണ്ടീഷൻ ഇത്രയായിരുന്നു. ജാനുവരി 31 തന്നെ ആദ്യത്തെ 100 സബ്സ്ക്രൈബർ തികയുകയാണെങ്കിൽ ആ സബ്സ്ക്രൈബേഴ്സിൽ നിന്ന് ഒരാൾക്ക് നമ്മൾ ഗിവ് അവേ കൊടുക്കുന്നതായിരിക്കും. പക്ഷേ ഒരു പൂ ചോദിച്ചപ്പോൾ ഒരു പൂക്കാലം തന്ന വ്യൂവേഴ്സാണ് എനിക്കുള്ളത്, അല്ലെങ്കിൽ എൻ്റെ സബ്സ്ക്രൈബേഴ്സാണ്. 300+ ആയിട്ടുണ്ട് നമുക്ക് സബ് എന്ന് പറയുന്നത്. ഭയങ്കര സന്തോഷമാണ് കേട്ടോ. ഞാൻ ഒരിക്കലും എക്സ്പെക്റ്റ് ചെയ്തതിനേക്കാളപ്പുറം. അത് ആ സന്തോഷം എങ്ങനെ പറഞ്ഞറിയിക്കണം എന്ന് എനിക്കറിയില്ല. പിന്നീട് ഒരു പ്രശ്നം എന്താ ഉണ്ടായെന്ന് വെച്ചാൽ 100 എബോവ് സബ്സ്ക്രൈബേഴ്സിൻ്റെ എണ്ണം പോയി കഴിഞ്ഞതിന് ശേഷവും നമുക്ക് അത്രയും കമൻറ്റ് വന്നില്ല. അപ്പോൾ അതിനെ വെച്ചിട്ട് ഞാനൊരു ഷോർട്ട് വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനുശേഷം 100 മേലെ നമുക്ക് കമൻറ്റ് വന്നു. അപ്പോൾ ടൈമിനനുസരിച്ച് ആദ്യം അയച്ച ആൾക്കാർക്ക് തന്നെ നമ്മൾ എന്തായിരുന്നാലും പ്രിഫറൻസ് കൊടുക്കണം. അപ്പോൾ ഞാൻ ടൈം നോക്കി കമൻറ്റ് വരുന്നതിനനുസരിച്ച് ഒരു 5 കമൻറ്റൊക്കെ വന്നപ്പോൾ ഞാൻ പിന്നെ ഈ 55 താഴോട്ടുള്ള നമ്പർ ഫില്ല് ചെയ്യുകയായിരുന്നു. അങ്ങനെ ആദ്യത്തെ 100 പേരെ എനിക്ക് കിട്ടി. ഇപ്പോൾ ഒരാൾ തന്നെ പല കമൻറ്റുകൾ പല വീഡിയോസിന് താഴെ വന്ന് ചെയ്തിട്ടുണ്ട്. അതൊന്നും ഞാൻ അങ്ങനെ ഓരോരുത്തരുടെ പേരായിട്ട് എഴുതിയിട്ടില്ല. അല്ലാതെ എത്ര കമൻറ്റ് ചെയ്താലും ഒരു ID ആണ് ഞാൻ സെലക്ട് ചെയ്തിരുന്നത്. അപ്പോൾ 100 പേർക്ക് കറക്റ്റായിട്ട് ഇതിനകത്ത് പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. അത് റൈറ്റായിട്ട് നിങ്ങളുടെ ടൈമിൽ, അതായത് ആദ്യം വന്നവർക്ക് ആദ്യം മുൻഗണന എന്നുള്ള രീതിക്ക് തന്നെയാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ 100 പേരും ഞാനൊരു നോട്ട്ബുക്കിനകത്ത് നോട്ട് ചെയ്തിട്ടുണ്ട്. ദെൻ അതിനെ എല്ലാം കട്ട് ചെയ്തെടുക്കുന്നു. കട്ട് ചെയ്തിട്ട് മടക്കുകയാണ്. ആദ്യം ഞാൻ സ്പൈറൽ ചെയ്യാമെന്ന് വിചാരിച്ചു. പക്ഷെ 100 പേരും ഇങ്ങനെ നമ്മൾ സ്പൈറൽ ചെയ്ത് വന്നു കഴിഞ്ഞാൽ ഒരിക്കലും അത് ഈ ഒരു സമയത്തിനകത്ത് തീരില്ല. എന്തായിരുന്നാലും വീഡിയോ എടുത്ത് തീരുമ്പോൾ ഒരു രാത്രി 12 മണിയാവും. അതുകൊണ്ട് ഞാൻ പിന്നെ ജസ്റ്റ് ഫോൾഡ് ചെയ്തെടുത്തു. എന്നിട്ടൊരു ബോക്സിനകത്ത് ഇട്ടു. ഫസ്റ്റ് 50 പേരെ സെലക്ട് ചെയ്തു. ദെൻ അതിൽ നിന്ന് ഈ സെലക്ഷൻ കിട്ടിയവരിൽ നിന്ന് 25 പേരെ സെലക്ട് ചെയ്തു. ദെൻ അതിൽ നിന്നും ഒരു 10 പേരെ ഞാൻ സെലക്ട് ചെയ്തു. ആൻഡ് ലാസ്റ്റ് ഇപ്പോൾ 5 പേരെ സെലക്ട് ചെയ്യുന്നതാണ് നിങ്ങളിപ്പോൾ കാണാൻ പോകുന്നത്. 5 പേരെ ഞാൻ സെലക്ട് ചെയ്തു. 5 പേരെയും സെലക്ട് ചെയ്തതിന് ശേഷം പിന്നെ അതിൽ നിന്ന് 2 പേരെ സെലക്ട് ചെയ്തു. 2 പേരെ സെലക്ട് ചെയ്തതിൽ നിന്ന് ലാസ്റ്റ് ആൻഡ് ഫൈനലായിട്ട് ഒരാളെ നമ്മൾ സെലക്ട് ചെയ്തെടുത്തു. അപ്പോൾ കൂടെ വന്ന ആളിൻ്റെ പേര് ഞാൻ സത്യം പറഞ്ഞാൽ നോക്കിയില്ല. കാരണം എന്ന് പറയുന്നത്, അതായത് 2ാം സ്ഥാനത്ത് വരുന്ന റണ്ണറപ്പിൻ്റെ പേര് ഞാൻ സത്യം പറഞ്ഞാൽ നോക്കിയില്ല. കാരണം അത് നോക്കിയാലേ പറയേണ്ടി വരും. പറഞ്ഞു കഴിഞ്ഞാൽ തീർത്തും അവർക്ക് വിഷമാവും. ഇതിൽ ഏറ്റവും പ്രതിസന്ധി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒരാളെ മാത്രം തിരഞ്ഞെടുക്കുക എന്ന് വെച്ചാൽ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. അപ്പോൾ ഈ വലിയ എമൗണ്ടിനൊക്കെ ഗിവ് അവേ ചെയ്യുന്നവരൊക്കെ എങ്ങനെയാണ് ഈ സെലക്ഷൻ നടത്തുന്നതെന്ന് വെച്ചാൽ അത് ശരിക്കും എനിക്കൊരു ടെൻഷൻ ഉണ്ടാക്കുന്നതായിട്ട് തോന്നി. അയ്യോ, അവരൊക്കെ ഇനി എങ്ങനെയായിരിക്കും. ഇത് തന്നെ എനിക്ക് ആകെ ഒരു കൺഫ്യൂഷനായിരുന്നു. തുണ്ടിട്ടെടുക്കുന്നതായിരുന്നിട്ട് പോലും ഇതൊരു 100-നൊക്കെ മാത്രമേ നമുക്ക് ഈ തുണ്ടിട്ടെടുക്കുക എന്ന് പറയുന്ന പദ്ധതി നടക്കുകയുള്ളൂ. ബാക്കിയുള്ളതിനൊക്കെ വേറെ സെലക്ഷൻ പ്രൊസീജിയേഴ്സ് ആയിരിക്കും. അപ്പോൾ ഈ ഗീവ് അവേക്ക് കിട്ടാത്തവരാരും വിഷമിക്കേണ്ട. അപ്പോൾ കിട്ടിയ ആളുടെ പേരെന്തായിരുന്നാലും ഞാൻ റീഡ് ചെയ്യാം. സംതിങ് സ്പെഷ്യൽ MR വ്ളോഗ്സ് 553 അങ്ങനെയാണ് കേട്ടോ അക്കൗണ്ടിൻ്റെ പേര്. അപ്പോൾ ഈ അക്കൗണ്ടിലുള്ള ആളിനെ ഞാൻ അങ്ങോട്ട് കോൺടാക്റ്റ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഈ സംതിങ് സ്പെഷ്യൽ MR വ്ളോഗ്സിനെ ഞാൻ അങ്ങോട്ട് കോൺടാക്റ്റ് ചെയ്യുന്നതായിരിക്കും. കോൺടാക്റ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇമെയിൽ വഴിയായിരിക്കും കോൺടാക്റ്റ് ചെയ്യുക. ഇമെയിൽ വഴി ഞാൻ നിങ്ങൾക്ക് അങ്ങോട്ടൊരു മെസ്സേജ് ഇടും. അപ്പോൾ ആ മെസ്സേജിന് നിങ്ങൾ റിപ്ലൈ ചെയ്യുക. തീർത്തും ക്യൂട്ടി ക്രാഫ്റ്റിൻ്റെ ID ഉണ്ടല്ലോ, അതിൽ നിന്ന് മാത്രമായിരിക്കും നിങ്ങൾക്ക് മെസ്സേജ് വരിക. മെസ്സേജ് അല്ല, ഇമെയിൽ കേട്ടോ. ഇമെയിൽ തന്നെ നിങ്ങൾ ചെക്ക് ചെയ്യണം. ഇമെയിലിനകത്തായിരിക്കും വരിക. അപ്പോൾ എന്തായിരുന്നാലും സംതിങ് സ്പെഷ്യൽ വ്ളോഗ്സിന് വെരി കൺഗ്രാറ്റ്സ്. ഒരുപാട് സന്തോഷം. എൻ്റെ ഫസ്റ്റ് ഗിവ് അവേ വിന്നർ ആയാൽ ഒരുപാട് സന്തോഷം. എൻ്റെ അല്ല, നമ്മുടെ ക്യൂട്ടി ക്രാഫ്റ്റ് ഫാമിലിയുടെ ഫസ്റ്റ് ഗിവ് അവേ മെമ്പർ ആയതിൽ ഒരുപാട് സന്തോഷം കേട്ടോ. അപ്പോൾ ബൈ. ബാക്കിയുള്ള എന്തെങ്കിലുമൊക്കെ ഡീറ്റെയിൽസ് ഉണ്ടെങ്കിൽ അത് ഞാൻ ഷോർട്സ് വഴി അറിയിക്കുന്നതായിരിക്കും.